കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഒരേ സ്വരത്തിൽ, ശക്തമായ സ്വരത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ സംവിധാനം, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസും ഉയർത്തിയ മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി പാർലമെന്റിനകത്ത് തുടരാനും രാഹുൽ ഗാന്ധി നേതാവായി തുടരണമെന്നുള്ള ആഗ്രഹമാണ് CWC യുനാനിമസ് ആയിട്ട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ആലോചിച്ച് ഉടൻ തന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രാജിവെക്കും പറയാന്നേ, അത് രാജി ഒന്നിൽ വെക്കും ഏതാണെന്ന് അറിയാം. എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അതായത് ഒരു സീറ്റിലെ നിലനിൽക്കാൻ പറ്റുള്ളൂ. 17-ാം തീയതിക്ക് മുമ്പ് ചെയ്യണം, തീരുമാനം എടുക്കണം. 17-ാം തീയതിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി തീരുമാനിക്കും റായ്ബറേലിയാണോ വയനാടാണോ. 2 സീറ്റും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാടിനോട് ഏറ്റവും വലിയ പ്രതിബദ്ധതയുണ്ട്. റായ്ബറേലി ഇന്ദിരാഗാന്ധി മുതൽ പ്രതിനിധാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് 2 സീറ്റും അതുപോലെ തന്നെ അമേത്തി ഞങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ആ തീരുമാനം ഏറ്റവും വേഗത്തിൽ വരും. അത് തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചു നിർത്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇന്ന് ഞങ്ങൾ ഇന്ന് കണ്ട തീരുമാനത്തിൽ പാർട്ടിയിലെ വർക്കിംഗ് കമ്മിറ്റി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫൈസിയാബാദിൽ പോലും അയോധ്യയിൽ പോലും മോഡിയുടെ സ്ഥാനാർത്ഥി തോറ്റു. മോഡിയെ 1.5 ലക്ഷത്തിന് നിർത്തിയ അജയ് റായ് മീറ്റിംഗിലുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചു. അവിടെ നടത്തിയിരിക്കുന്ന അധികാര ദുർവിനിയോഗവും അതുപോലെ തന്നെ പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ, എന്നിട്ടും ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി, ജനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്ത പ്രചരണം, ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വിഭാഗീയതയില്ല. അതിന്റെ തെളിവാണ് അയോധ്യയിലെ വിജയം. അപ്പൊ അതുകൊണ്ട് അതിനെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധി ശക്തമായി സഭയിൽ മുൻനിരയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ് CWC ആഗ്രഹിക്കുന്നത്. ഉണ്ടാവും. അല്ല, വയനാട്ടിലും റായ്ബറേലിയിലും 2 രാഹുൽ ഗാന്ധി പോകുന്നുണ്ട്. അല്ല, തീരുമാനം എടുക്കാതെ എങ്ങനെ എന്നോടാ ചോദ്യം ചോദിക്കുന്നത്? ഏതാണ് ഇപ്പൊ വയനാട് നിലനിർത്തോ റായ്ബറേലി നിലനിർത്തോ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. അല്ല, എന്തായാലും കാത്തിരുന്ന് കാണുക. ഇക്കാര്യത്തിൽ അദ്ദേഹം വയനാടും റായ്ബറേലിയും സന്ദർശിക്കും. നമ്മളെ വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി പറയാൻ വേണ്ടിയിട്ട്.